നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങ് കഴിക്കാൻ തോന്നൂലേ? അങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് എത്തിക്കുന്നത്. അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും, അതുപോലെ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ് കഴിക്കാൻ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാനിത് 2 ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ശർക്കരയൊക്കെ നിങ്ങളുടെ മധുര അനുസരണം ചേർത്തോളൂ കേട്ടോ. പിന്നെ ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവ് 1 കപ്പ് തന്നെ എടുക്കണേ. എന്നിട്ട് ശർക്കര ഇതുപോലെ അങ്ങ് ഉരുക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചുകൂടെ നമ്മൾ ഇതേ പാനിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എന്താ ചേർക്കുന്നത് വെച്ചാൽ ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഞാനിത് കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം ഈ തേങ്ങയൊക്കെ നമ്മുടെ ശർക്കരപ്പാനി കിടത്തിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കുന്ന പൊടി ഉണ്ടല്ലോ, നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ളത്, അതാണ് കേട്ടോ ഒടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നല്ല തിക്കായിട്ടൊന്ന് വരണം കേട്ടോ. അല്പസമയം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നോക്കി അരിപ്പൊടിയൊക്കെ നല്ല ഉറച്ചങ്ങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുക. അപ്പോൾ നോക്കിയേ ഈ ഒരു പരുവത്തിൽ നല്ല തിക്കായിട്ട് വരുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഞാൻ എടുത്തേക്കുന്നത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴമോ ചെറിയ പഴമോ അല്ലെങ്കിൽ ചക്കപ്പഴമോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അത് ഇതുപോലെ അങ്ങ് ഉടച്ചെടുക്കുക. പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, ഇതുപോലെ ഉടച്ചെടുക്കുക തന്നെ വേണം. അപ്പോഴേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം പഴം ഇടക്ക് കടിക്കാനും കിട്ടണം. അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ ചക്കപ്പഴം എടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണേ. എന്നിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ ഞാനിത് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ മാവ് അല്പം ഒന്ന് ലൂസായി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളെല്ലാം അങ്ങ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാനിത് ഇതുപോലെ ഇല ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലയിൽ നമ്മൾ എന്തുണ്ടാക്കി കഴിക്കുമ്പോഴും അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണല്ലേ. എന്നിട്ട് ഇല ഞാനിത് ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കുകയാണേ ചെയ്യുന്നത്. കോണുപോലെ അങ്ങ് മടക്കിയെടുക്കാം. പിന്നെ ഇതിപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കുമ്പോഴും വേറെ തന്നെ ഒരു ഫീലാണ് അല്ലേ. അപ്പം ഞാനിത് ഇതുപോലെ അങ്ങ് മടക്കിയെടുത്തതിന് ശേഷം ഇതൊരു ഈർക്കിൽ വെച്ചിട്ട് തന്നെ അങ്ങ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ ഇതുപോലെ കോണായിട്ടാണ് നമ്മളിത് മടക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാനിത് ബാക്കിയൊക്കെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് കുറച്ചിട്ടിട്ട് ഒന്ന് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മോൾ ഭാഗം നമുക്കിത് ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇലയിലിട്ടതിന് ശേഷം ഇതുപോലെ പരത്തി എടുക്കണത് ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം കനം കുറച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. നല്ല കനത്തോടു കൂടി കഴിക്കണമെങ്കിൽ അതുപോലെ തന്നെ അങ്ങ് മടക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയൊക്കെ ഇങ്ങനെ അങ്ങ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിത് ഇങ്ങനെ ഇലയിൽ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാം വെച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നോക്കിയേ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള പഴം എടുക്കുക. അത് ചെറിയ പഴമായാലും അതുപോലെ തന്നെ നേന്ത്രപ്പഴമായാലും പിന്നെ ചക്കപ്പഴമായാലും കേട്ടോ. അപ്പോഴാണ് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ കൃഷ്ണവെന്നുള്ള പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.